ഇന്നത്തെ അറിയിപ്പുകൾ. ബാങ്ക് ATM മെഷീനുകളിൽ ഇനി മുതൽ 100-200 രൂപയുടെ നോട്ടുകൾ ലഭ്യമാകും. ചെറിയ തുക വേണ്ടവർക്കുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ചെറിയ തുകയുടെ നോട്ടുകൾ ATM വഴി ലഭ്യമല്ലാത്തത് താഴെത്തട്ടിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കുറയ്ക്കാൻ ഇടയാക്കുമെന്ന് ധനകാര്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടെയാണ് റിസർവ് ബാങ്ക് ഇടപെട്ടത്. കൃത്യമായ ഇടവേളകളിൽ ചെറിയ തുകയുടെ നോട്ടുകൾ ATM-ൽ നിറയ്ക്കണമെന്നാണ് നിർദ്ദേശം. ATM-കളിൽ ചെറിയ തുകയുടെ നോട്ട് ലഭ്യമാക്കാൻ ദിവസങ്ങൾക്ക് മുമ്പാണ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് സമയപരിധി നൽകിയത്. സെപ്റ്റംബർ 30-നകം എല്ലാ ബാങ്കുകളും ATM-ൽ 75% 100 രൂപ 200 രൂപ നോട്ട് വെക്കണം. മാർച്ച് 31-ഓടെ ഇത് 90% ATM-കളിൽ പണം വെക്കുന്ന കസറ്റുകളിൽ ഒന്നിൽ വീതമെങ്കിലും പൂർണ്ണമായി 100 രൂപ 200 രൂപ നോട്ട് വെക്കണമെന്നുമാണ് RBI നിർദ്ദേശിച്ചത്. ഇതോടെ ബാങ്കുകൾ ATM-ൽ പണം നിറയ്ക്കുന്ന ഏജൻസിയുമായി ബന്ധപ്പെട്ട് ശ്രമം തുടങ്ങി. സെപ്റ്റംബർ 30-ആകാൻ 3 മാസത്തിലധികം ശേഷിക്കെ 73% ATM-കളിലും ഒരു കസറ്റിലെങ്കിലും 100 രൂപ 200 രൂപ നോട്ട് എത്തിയതായാണ് ഏജൻസി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി 39,80,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. 32 സ്കൂളുകളിലെ ബാക്കി വരുന്ന അറ്റകുറ്റപ്പണികൾക്കായി 16,80,00,000 രൂപയും സ്കൂൾ കലോത്സവത്തിനുള്ള ബജറ്റ് വകയിരുത്തലിനായി 7.5 കോടി രൂപയും അനുവദിച്ചു. ടെക്സ്റ്റ് ബുക്ക് ഓഫീസ്, പരീക്ഷാഭവൻ, വിവിധ CEO, AEO ഓഫീസുകൾ എന്നിവയുടെ ആധുനികവൽക്കരണത്തിനായി 7 കോടി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ നിർമ്മാണം, പുനരുദ്ധാരണം, ആധുനികവൽക്കരണം എന്നീ പ്രവർത്തനങ്ങൾക്കായി 6.5 കോടി, കേരള കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് അവശത പെൻഷൻ ഇനത്തിൽ 2 കോടി രൂപയും അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. വോട്ടർ പട്ടികയിലെ വിവരങ്ങളിൽ മാറ്റം വരുത്തിയാൽ 15 ദിവസത്തിനകം പുതിയ തിരിച്ചറിയൽ കാർഡ് വോട്ടർമാരിലേക്ക് എത്തിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിലവിൽ 1 മാസത്തിനു മുകളിൽ സമയമെടുത്തിരുന്ന നടപടികളാണ് ഇനി 15 ദിവസത്തിനകം പൂർത്തിയാക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, നിലവിലുള്ള വോട്ടറുടെ ഏതെങ്കിലും വിശദാംശങ്ങളിൽ മാറ്റം എന്നിവ വോട്ടർ പട്ടികയിൽ അപ്ഡേറ്റ് ചെയ്താൽ 15 ദിവസത്തിനുള്ളിൽ വോട്ടർമാരുടെ ഫോട്ടോ ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്യും വിധമാണ് പുതിയ നടപടിക്രമം. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ വഴി ഫോട്ടോ ഐഡന്റിറ്റി കാർഡുകൾ തയ്യാറാക്കുന്നത് മുതൽ തപാൽ വകുപ്പ് വോട്ടർക്ക് കാർഡുകൾ കൈമാറുന്നതുവരെയുള്ള ഓരോ ഘട്ടത്തിന്റെയും തത്സമയ ട്രാക്കിംഗ് പുതിയ സംവിധാനം ഉറപ്പാക്കും. ഓരോ ഘട്ടത്തിലും വോട്ടർമാർക്ക് SMS വഴി അറിയിപ്പുകൾ ലഭിക്കും. ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ ആരംഭിച്ച ECI നെറ്റ് പ്ലാറ്റ്ഫോമിൽ പ്രത്യേക IT മൊഡ്യൂൾ നടപ്പിലാക്കിയിട്ടുണ്ട്. തടസ്സമില്ലാത്ത വിതരണത്തിന് വേണ്ടി തപാൽ വകുപ്പിന്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് ECI നെറ്റുമായി സംയോജിപ്പിക്കും. ഡാറ്റ സുരക്ഷ നിലനിർത്തിക്കൊണ്ട് സേവന വിതരണം മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ കണ്ടുപിടിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കുന്നു. മറ്റു വാഹനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന വിധത്തിലുള്ള ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 2019 പുതുക്കിയ ദേശീയ റോഡ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ബൈക്കുകളിൽ ഹാൻഡ് ഗ്രിപ്പ്, സീറ്റ് കവർ എന്നിവ മാത്രമേ കൂട്ടിച്ചേർക്കാൻ പാടുള്ളൂ. മറ്റു വാഹനങ്ങളിൽ ഒരു മാറ്റവും പാടില്ല. അനുവദിച്ചതിലും വീതിയുള്ള ടയറിനും അനുമതിയില്ല. ഇത് സുരക്ഷിതത്വം കൂട്ടുമെന്നാണ് ധാരണയെങ്കിൽ വളവുകളിൽ ബൈക്ക് മറിയാൻ സാധ്യത കൂടുതലാണെന്ന് MVD പറയുന്നു. ബൈക്കുകളിലെ റിയർ വ്യൂ ഗ്ലാസുകൾ നീക്കം ചെയ്യുന്നതും കാറുകളിലും മറ്റു വാഹനങ്ങളിലും ഗ്ലാസുകളിൽ സ്റ്റിക്കർ പതിപ്പിക്കുന്നതും സുരക്ഷയെ ബാധിക്കും. വാഹനങ്ങളുടെ നിറം മാറ്റാനായി അക്കാര്യം RDO ഓഫീസിൽ അറിയിക്കുകയും പരിവാഹൻ സൈറ്റിൽ ഫീസ് അടയ്ക്കുകയും RC ബുക്കിൽ നിറം രേഖപ്പെടുത്തുകയും വേണം. ഓരോ മാറ്റത്തിനും 5000 രൂപയാണ് ഉടമസ്ഥൻ പിഴ നൽകേണ്ടി വരിക. വാഹന ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള എന്ത് ഘടിപ്പിച്ചാലും 20,000 രൂപ പിഴയടയ്ക്കണം. ഇത് ബൈക്കുകൾക്കും ബാധകമാണ്. ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, ഡീലർമാരുടെ സർവീസ് സെന്റർ എന്നീ സ്ഥാപനങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.